ഇപ്പം നമുക്ക് നമ്മുടെ തോൽവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫീറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ മെയിൻലി വരുന്നത് നമുക്ക് ഈ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഡിസ്ലൈപ്പിഡീമിയ ഇങ്ങനെയുള്ളത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആരും ഹാപ്പി അല്ല അല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് എത്ര റോയൽറ്റി ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും മുമ്പോട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് എല്ലാവരും സ്ട്രെസ്ഡ് ഔട്ടാണ്. ഈ സ്ട്രെസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം? എക്സസൈസിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരും ചോദിക്കും, ഡോക്ടർ ഏത് ടൈപ്പ് ഓഫ് ട്രെഡ്മില്ലാണ് നമ്മൾ മേടിക്കേണ്ടത്, വിച്ച് ആർ ദ എക്സസൈസസ് വിച്ച് ഈസ് ഫീസിബിൾ. അപ്പോൾ എക്സസൈസിൻ്റെ കാര്യത്തിൽ വിച്ച് എവർ ഈസ് ഫീസിബിൾ ഇൻ യുവർ സെറ്റിംഗ്. BP നമുക്ക് എങ്ങനെ അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും? ശരി. BP കാര്യം എല്ലാവരും പറയും, ഈ BP വരുന്നത് നമുക്ക് കൂടുതൽ ഉപ്പ് കഴിച്ചിട്ടാ, കൊച്ചിലെ തൊട്ട് ഉപ്പ് കൂടുതൽ കഴിച്ചിട്ടാ. വൺസ് യു ഗെറ്റ് BP, ഉപ്പ് ഈസ് വെരി ഗുഡ്. പീപ്പിൾ ഹാവ് എ വെരി റോങ് നോഷൻ ദാറ്റ് ഈസ് സോൾട്ട് ഈസ് വെരി വെരി ഡേഞ്ചറസ്. അപ്പം ഷുഗർ പേഷ്യൻസും അല്ലെങ്കിൽ BP പേഷ്യൻസും എങ്ങനെയാണ് അവരുടെ മെഡിസിൻ കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റുന്നത്? അവർക്ക് നോമ്പ് നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അത് നോമ്പ് കട്ട് ചെയ്യാതെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ 30 years എക്സ്പീരിയൻസിൽ ഒരു പേഷ്യൻ്റ് എടുത്ത് നോയമ്പ് കാലത്തിൽ നോയമ്പ് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെൽകെയർ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ HODയും മെഡിക്കൽ സൂപ്രണ്ടുമായിട്ടുള്ള ഡോക്ടർ ജോസഫ് ഫിലിപ്സ് ആണ്. ഹായ് ഡോക്ടർ. ഹലോ. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് കൺസേൺ ആണ്, കോൺഷ്യസ് ആണ്. അപ്പം നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? സ്നേഹം പറഞ്ഞാൽ ശരിയാണ്. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻസ് ഒക്കെ ഇപ്പം അധികം നമ്മൾ ഓൾറെഡി നമ്മൾ വിക്ടറി കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉള്ള ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും കുറേ പുതിയ ടെക്നോളജിയൊക്കെ വെച്ച് അത് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ തോൽവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫീറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ മെയിൻലി വരുന്നത് നമുക്ക് ഈ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഡിസ്ലൈപ്പിഡീമിയ ഇങ്ങനെയുള്ളത്. ഇതൊക്കെ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകാത്ത കാരണം തന്നെയാണ് ഈ ഡിസീസ് ഇങ്ങനെ വ്യാപിച്ചു വരുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി പണ്ട് ഒരു 4-5 decades ബാക്കുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി അല്ല നമുക്ക് ഇപ്പം കിട്ടുന്നത്. ആൾക്കാർ ഒരു 75-80 years വരെ ആവറേജ് എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസബിലിറ്റി ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു 65 years ഒരാൾക്ക് ഈ എതെറോസ്ക്ലെറോട്ടിക് ഡിസീസ് വരാതിരിക്കാൻ, ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു 30 years ശ്രമിക്കേണ്ടത്. നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മുടെ പിള്ളേരെ അതിനെപ്പറ്റി ഒരു പ്രിക്കോഷൻസും കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കണം. സോ അങ്ങനെയുള്ള കാര്യത്തിൽ ഇതിനകത്ത് മെയിൻലി ഉള്ളത് വെയിറ്റ് മാനേജ്മെൻറ്റും പിന്നെ നമ്മുടെ ന്യൂട്രീഷൻ, ഡയറ്റ്, എക്സസൈസ്, സ്ട്രെസ്സ്, ഹൗ ടു മാനേജ് സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആരും ഹാപ്പി അല്ല അല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് എത്ര റോയൽറ്റി ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും മുമ്പോട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് എല്ലാവരും സ്ട്രെസ്ഡ് ഔട്ടാണ്. സോ നമ്മൾ ഈ കൊളസ്ട്രോളും ഷുഗറും BPയും യൂറിക് ആസിഡും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സ്ട്രെസ്സും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരുമാതിരി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ സ്ട്രെസ്സ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം? സ്ട്രെസ് ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ്. ഒന്നെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ബിസിനസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ തലയിൽ ഇങ്ങനെ സ്ട്രെസ്സായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ട്രെസ് മനുഷ്യന് വരുന്നത് ബേസിക്കലി ഈ ഒരു ഡിസീസസ് ഒക്കെ വരുമ്പോഴാണ്. ഐ മീൻ നോട്ട് ഓൺലി യു ഗെറ്റിംഗ് ദ ഡിസീസ്, സംബഡി ഇൻ യുവർ ഫാമിലി ഗെറ്റിംഗ് ഡിസീസ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ കുറേ ഡിസീസിൽ കാണുന്നു. സോ ആൾക്കാർ ഈ ലൈഫിനെ പറ്റി വളരെ ഡെത്ത് സംഭവിക്കുമോ, എന്തെങ്കിലും വലിയ ഡിസബിലിറ്റി വരുന്ന രീതിയിൽ വല്ല പ്രോബ്ലം സംഭവിക്കുമോ, ഇതിനെപ്പറ്റി മോണിറ്ററി മാത്രമല്ല വേറെ ഈ സ്ട്രെസ്സിനകത്ത് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ, ഇതിനെല്ലാം കൂടുതൽ നമ്മൾ ഹാപ്പി അല്ലാത്തതെന്ന് പറഞ്ഞാൽ ബിക്കോസ് വി ഡോണ്ട് സ്പെൻഡ് ടൈം ഓൺ വാട്ട് എവർ വി ലൈക്ക്. ഫോർ എക്സാമ്പിൾ you will be very busy in your work style, but the thing is you will be missing on something which you like. Maybe it's a hobby which maybe it's chatting with your friends, maybe it's just simple as playing a carom board, or maybe you are a Kathak player and you are not able to dance properly. These simple things. You should always in this 24 hours you should find at least around half an hour to 1 hour time, if not daily, at least twice weekly, to അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ കുറച്ച് മാറ്റാൻ പറ്റും. പിന്നെ രണ്ടാമത് സ്ലീപ്പ്. നമ്മൾ ഈ 6 hours സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത് ആൾക്കാർ 6 hours എയിം ചെയ്താലും പലവരും ഒരു
5 hours 4.5 hours ഒക്കെ ഉറങ്ങുന്നുള്ളൂ. സോ നമുക്കൊരു 7 hours സ്ലീപ്പ് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു 8 hours ബെഡ് ടൈം ടാർഗറ്റ് ചെയ്ത് പോകണം. ഈ 24 hours 16 hours നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് 8 hours നമ്മൾ എന്തായാലും വർക്കായിരിക്കും. പിന്നെ 2 hours നമുക്ക് വർക്കിനെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രീ ആൻഡ് പ്രോ കാണും. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനകത്തൊരു നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി ഒരു 3 episodes ഓഫ് ഒരു 1/2 hour to 1 hour നമുക്ക് ഇഷ്ടമുള്ള ഹോബീസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ഈ 7 hours ഉള്ള ഡീപ്പ് സ്ലീപ്പ്, നൈറ്റിലുള്ള ഡീപ്പ് സ്ലീപ്പിനെ പറ്റി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സിനെ കോൺക്വർ ചെയ്യാൻ പറ്റും, ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സസൈസിനും ഡയറ്റിനും നമ്മുടെ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ഓക്കെ, നമ്മുടെ ഡയറ്റിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ഒരു ആവറേജ് ഇന്ത്യൻ ഡയറ്റ്, നമ്മളൊരു ആവറേജ് ഇന്ത്യൻ ഡയറ്റാണ്. അതിനകത്ത് 85% കാർബോഹൈഡ്രേറ്റ് ആണ്, പിന്നെ 7% പ്രോട്ടീനും 7% ഫാറ്റും, ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു 5% ഫാറ്റും 10% പ്രോട്ടീൻ. ഇപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമ്പം, ദറ്റ് ഈസ് 35 years നമ്മൾ പഠിക്കുമ്പം നമ്മൾ പറയുന്ന ശരാശരി ഒരു കിലോയ്ക്ക് 0.8 milligram per kilogram ബോഡി വെയിറ്റ് പ്രോട്ടീൻ വേണ്ടി വന്നാൽ മതി എന്നാണ്. ഇപ്പം നമ്മുടെ സ്ട്രാറ്റജിക്ക് ഓവർ 4 decades വി ഹവ് അണ്ടർസ്റ്റുഡ് ദറ്റ് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഡയറ്റിൽ ഏറ്റവും വലിയ ഘടകം. സോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 0.80 എന്നുള്ളത് 1.5 milligram per kilogram ബോഡി വെയിറ്റ് എന്ന് പറയും, ബോഡി വെയിറ്റ് വേണമെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് നമ്മുടെ ബോഡിയിൽ ഇച്ചിരി ഫാറ്റ് ഓവർലോഡ് ആണെങ്കിലും അത് നമ്മുടെ മസ്കുലർ ബോഡിയെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്കത് ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇന്ത്യൻ ഡയറ്റ്, ഇതിനകത്ത് 80% കാർബോഹൈഡ്രേറ്റ് എന്നുള്ളത് നമ്മളൊരു 55% കാർബോഹൈഡ്രേറ്റിലേക്ക് ടാർഗറ്റ് ചെയ്യണം. സോ അതിനകത്തൊരു 25% ഗ്യാപ്പ് വന്ന്, അപ്പോൾ 25% കാർബോഹൈഡ്രേറ്റ് നമ്മൾ അത്ര ഈസി അല്ല അത് കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കുറച്ച് ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിനകത്തൊരു 10% ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഡെഫിഷ്യൻസി ഉള്ള 40% നമ്മൾ പ്രോട്ടീനായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഹെൽത്തി പ്രോട്ടീൻസ്, ദ പ്രോട്ടീൻസ് വിച്ച് ഡസൻ ഇൻക്രീസസ് കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യാത്ത പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കോഴിയിറച്ചി, മീൻ, മുട്ട, പാല്. സോ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ്. ഇപ്പം മുട്ടയും പാലും ഇത് നമ്മൾ ഒരു കേരളായിട്ട് ഡയറ്റ് നോക്കാമെങ്കിൽ നമ്മളെല്ലാം കട്ടൻ ചായ, കട്ടൻ കാപ്പി കുടിക്കുന്ന ആൾക്കാരാണ്. സോ മിൽക്ക് എന്ന് പറയുന്ന ഈ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ വിൽക്കുന്ന മിൽക്കെല്ലാം അത് സ്റ്റോൺഡ് അല്ലെങ്കിൽ സ്കിംഡ് ആണ്. പറഞ്ഞാൽ മനസ്സിലായി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മിൽമ ആയാലും ഏത് നന്ദിനി ആയാലും, സോ വി ഷുഡ് ഓൾവേസ് ഗോ ഫോർ മിൽക്ക് വിച്ച് ഈസ് ടോൺഡ് ആൻഡ് സ്കിംഡ്. അതിനകത്തൊരു 1.5% to 2% ഫാറ്റേ ഉള്ളൂ. I mean the worst of the packet milks have only 4.5% of the milk. ഇപ്പം നമ്മൾ നേരിട്ട് ആട്ടുംപാലും പശുമ്പാലും എരുമപ്പാലും ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ അതിനകത്ത് 8.5% ഫാറ്റ് വരും. സോ അതിനകത്ത് നമ്മൾ പാസ്ചറൈസ് ചെയ്തും ഹോമോജനൈസ് ചെയ്ത് ടോൺ ചെയ്ത് നമ്മൾ കുറേ ഫാറ്റ് മാറ്റുമ്പോൾ മിൽക്ക് ബിക്കംസ് ഹെൽത്തി. മിൽക്ക് പ്രൊഡക്ട്സിൽ കേർഡും പനീരും ഒക്കെ വളരെ ഹെൽത്തിയാണ്. ചീസും അതിൻ്റെ മേലിലോട്ടുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. സോ മിൽക്ക് ഈസ് ചീപ്പ്. അതുപോലെ തന്നെ മുട്ട. ഇപ്പം മുട്ടയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ 100% കൊളസ്ട്രോൾ ആണെങ്കിൽ യോക്ക് ഒരിക്കലും ത്രോ ചെയ്യേണ്ട കാര്യമില്ല. ഡെയിലി നമ്മളൊരു മുട്ട കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു 30 months മുട്ടയുടെ കണക്ക് അലോങ് വിത്ത് ദ യോക്ക് നമ്മളൊരു 30 days നമ്മളൊരു കണക്ക് വെക്കുന്നത് ഒരിക്കലും നമുക്ക് കൊളസ്ട്രോൾ കൂട്ടത്തില്ല. സോ ഓൾവേസ് റിമെമ്പർ എഗ് ആൻഡ് മിൽക്ക്, ദീസ് ആർ ദ ചീപ്പസ്റ്റ് പ്രോട്ടീൻസ് അവൈലബിൾ. ഇപ്പോൾ ഒരു എഗ്ഗിനകത്തുള്ള പ്രോട്ടീനും കാലറീസും ഈസ് സെയിം ആസ് ഒരു 1/2 cup ഉള്ള ഒരു മിൽക്കിനകത്ത്. സോ നമ്മുടെ ഈ മിൽക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ബിക്കോസ് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് വെയിറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രോട്ടീനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എല്ലാ പ്രോട്ടീനും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ റെഡ് മീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. ആട്, കാള, പോത്തു, പന്നി, പശു അങ്ങനെയുള്ള പ്രോട്ടീൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ സീ ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. കക്കയിറച്ചി, ഞണ്ട്, ചെമ്മീൻ, കൂന്തൽ. സോ ഇങ്ങനെയുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ: മുട്ട, പാല്, മീൻ. ടു എൻ എക്സ്റ്റെൻറ്റ് പിന്നെ കോഴിയിറച്ചി, ടു എൻ എക്സ്റ്റെൻറ്റ് താറാവിറച്ചി. സോ ദീസ് ആർ ദ മീറ്റ്സ് വിച്ച് ആർ ഹൈ ഇൻ പ്രോട്ടീൻസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫൈബർ. അപ്പോൾ ഫൈബറിന് വേണ്ടി നമ്മൾ ഇപ്പം 30 grams ഫൈബർ ശരാശരി ഒരാൾക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ 3 to 5 gram ഫൈബറേ ഉള്ളൂ. 2 to 3 gram ഫൈബർ അല്ലെങ്കിൽ മാക്സിമം ഒരു 5 gram ഫൈബർ. അപ്പം നമുക്കൊരു 30 gram ഫൈബർ വേണമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ 10 പഴം അല്ലെങ്കിൽ 10 ആപ്പിൾ കഴിക്കുമ്പോൾ ഇറ്റ് വിൽ ലുക്ക് വെരി വിയേർഡ്, വിച്ച് ഇസ് നോട്ട് ടാർഗറ്റ്. ആ ടാർഗറ്റ് നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫൈബർ കൂടുതലുള്ളത് അതർ ദാൻ ഫോർ എക്സാമ്പിൾ മെനി പേരൻസ് കമൻറ്റ് ടെൽ ഡോക്ടർ എൻ്റെ മോൻ തോരൻ കഴിക്കത്തില്ല, പച്ചക്കറി കാട്ടത്തില്ല, അവർക്ക് ചിക്കൻ മാത്രം മതി. സോ ഫോർ ദീസ് പീപ്പിൾ വാട്ട് വി ക്യാൻ ഡു ഈസ് ദേ ക്യാൻ ടേക്ക് പൾസസ്, നട്ട്സ് ആൻഡ് സീഡ്സ്. ഈ നട്ട്സ് ആൻഡ് സീഡ്സിൽ ഇഷ്ടംപോലെ ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, മിനറൽസും ഉണ്ട്. സോ യു ഷുഡ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ബദാം, ദിസ് ഈസ് ഹെൽത്തിയസ്റ്റ് ആൻഡ് ഈസിലി അവൈലബിൾ. പിന്നെ
ആൽമണ്ട്സ് ആണ് ബെസ്റ്റ്. പിന്നെ നമ്മൾ ഈ കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന കൊളസ്ട്രോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഹൈ ഇൻ പ്രോട്ടീൻ ആൻഡ് ഹൈ ഇൻ ഫൈബറാണ്. പറഞ്ഞ മനസ്സിലായി. നമ്മൾ കപ്പലണ്ടിയൊക്കെ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര കൊളസ്ട്രോൾ കൂട്ടും. കാഷ്യൂവിനെ പറ്റി ആൾക്കാരുടെ വിചാരം അത് ഭയങ്കര കൊളസ്ട്രോൾ കൂട്ടും. പക്ഷേ നമ്മളൊരു ഫിസ്റ്റ് കാഷ്യൂ അല്ലെങ്കിൽ പിസ്റ്റാഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൽമണ്ട്സ് ഭയങ്കര ഫൈബറാണ്. ആൽമണ്ട്സിനകത്ത് ഒരു നല്ല എമൗണ്ട് ഓഫ് ഫൈബർ ഉണ്ട്. പിന്നെ സീഡ്സ്, ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, ലോട്ടസ് സീഡ്സ്, ഇതൊക്കെ നമുക്ക് പല പല രീതിയിൽ വരുന്നുണ്ട്. സോ ദീസ് ആർ റിച്ച് സോഴ്സ് ഓഫ് ഫൈബർ. ഫൈബറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുത്താലും ആ ഫൈബർ അത്രയും പെട്ടെന്ന് എസ്പെഷ്യലി ഫോർ ഡയബറ്റിക് പേഷ്യൻറ്റ് പെട്ടെന്ന് അവർ ആഹാരം കഴിഞ്ഞുള്ള ഷുഗർ കൂടത്തില്ല. ബിക്കോസ് ഫൈബർ ബൈൻഡ്സ് ടു ദ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യാതെ ഇങ്ങനെ കിടക്കും. പിന്നെ നമ്മുടെ ഗട്ട് മൈക്രോബയോം, പിന്നെ നമ്മുടെ യൂഷ്വൽ ബവൽ മൊട്ടിലിറ്റി, യൂഷ്വൽ വെൽബീയിങ്, സെറ്റൈറ്റി, നമ്മൾ കുറച്ച് ഭക്ഷണത്തിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നൊരു പ്രകൃതം, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഫൈബർ കൂട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ കമ്മിങ് ടു ഫാറ്റ് ആൾക്കാർ വിചാരിക്കും ഫാറ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ സംടൈംസ് ഐ ഫീൽ ജാമിനേക്കാളിൽ കൂടുതൽ ഹെൽത്തി ബട്ടറാണെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നു. യുനോ വൈ? ബിക്കോസ് ഫാറ്റിനെ പറ്റി 2-3 ക്വസ്റ്റ്യൻസാണ് ജനം ചോദിക്കുന്നത്. ഒന്ന് വിച്ച് ഫാറ്റ്, ഹൗ മച്ച് ഫാറ്റ്, കേട്ടോ. പിന്നെ അത് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ശരാശരി ഒരു കുടുംബത്തിൽ നമുക്ക് എത്ര എണ്ണ ഉപയോഗിക്കാൻ പറ്റും? ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് വിച്ച് യൂഷ്വലി പീപ്പിൾ ആസ്ക്. ഇറ്റ് ഈസ് 1/2 ലിറ്റർ പെർ ഹെഡ് പെർ മന്ത്. ഇപ്പം നമ്മുടെ വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് 4 liters ഓഫ് ഓയിൽ. 10 പേരുണ്ടെങ്കിൽ 5 liters. അപ്പോൾ ഫാമിലി വെയർ ലോട്ട് ഓഫ് ഗസ്റ്റ് കമ്മിങ്, according to that you can make some. For example, you have lot of kids where you make lot of snacks. അതനുസരിച്ച് you have to make some some adjustments according to the ഫാമിലി കമ്പോസിഷൻ. അത്രയേ ഉള്ളൂ. പിന്നെ വിച്ച് ഓയിൽ ടു യൂസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെളിച്ചെണ്ണ, ഡാൽഡ, പാം ഓയിൽ, ദീസ് ആർ ദ ഓയിൽസ് വിച്ച് ഹസ് ടു ബി നോട്ട് ടു ബി യൂസ്ഡ് ഈവൻ ഇൻ മോഡറേഷൻ. ബിക്കോസ് വെളിച്ചെണ്ണയെ പറ്റി നമ്മൾ പറയും അത് ഒത്തിരി നല്ല ഓയിലാണ്. മേ ബി ഇറ്റ്സ് ഗുഡ് ഫോർ ഗ്രോയിങ് ചിൽഡ്രൻ, ടു എൻ എക്സ്റ്റെൻറ്റ് pregnant women and things like that. അതിനകത്ത് ചെറിയ റേഷ്യൂസ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് ഒക്കെ നല്ലതാണ്. എന്നാലും നമുക്കതിനകത്ത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസൈഡ്സ് ഒത്തിരി കൂടുതലാണ്. സോ അതൊരു സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ പണിയെ അത് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റീസൺ, ദാറ്റ് മേ ബി ദ റീസൺ ഫോർ ഹൈ എമൗണ്ട് ഓഫ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്സ് ഇൻ ഫ്യൂച്ചർ. സോ നമ്മൾ ഏറ്റവും ഹെൽത്തി ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഒലിവ് ഓയിലിന് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്മോക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. ഇന്ത്യൻ കുക്കിങ്ങിന് അത് അത്രയും ഫേവറബിൾ അല്ല. സോ ദ ബെസ്റ്റ് ഈസ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിനെ പറ്റി ഞാൻ വരാം. സോ വിച്ച് ഓയിൽ മീൻസ് മൈ സജഷൻ വിൽ ബി സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ ഓർ റൈസ് ബ്രാൻ ഓയിൽ. സോ ദീസ് ആർ ദ ഓയിൽസ് വിച്ച് ആർ ദ മോസ്റ്റ് ഹെൽത്തി. ഹൗ മച്ച് ടു ടേക്ക് 1/2 ലിറ്റർ പെർ മന്ത് പെർ ഹെഡ്. ഓക്കെ. പിന്നെ ഹൗ ടു കുക്ക് ആൻഡ് ഓൾ. ഈ ഓയിലും മസാലയും കൂടെ ഓവർ ബേൺ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇച്ചിലൂടെ ഡേഞ്ചറസ് ആവും. സോ യു ഡോണ്ട് ഹാവ് ഹെവി ഗ്രേവീസ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കുറച്ചാൽ മതി. സോ ദിസ് ഈസ് മെയിൻലി അബൌട്ട് ഓയിൽസ്. പിന്നെ ഉള്ളത് നമ്മുടെ ഫാറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു, പ്രോട്ടീനെ പറ്റി സംസാരിച്ചു, കാർബോഹൈഡ്രേറ്റ്. സോ കാർബോഹൈഡ്രേറ്റും റിഫൈൻഡ് ഷുഗർസും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഈവൻ സപ്പോസ് എ പേഴ്സൺ ഹു ഈസ് ഒബീസ് ആൻഡ് ഹു ഈസ് ഹാവിങ് സം എതറോസ്ക്ലെറോട്ടിക് റിസ്ക് ഫാക്ടേഴ്സ്, പുള്ളിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായിരിക്കും നമുക്ക് അമിതമായ വണ്ണം വരുന്ന, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് വരുന്നത്, MSLD എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത്. പിന്നെ ഈ കഴുത്തിൻ്റെയൊക്കെ കറുത്ത പാടുകൾ, എക്കാൻതോസിസ് നിഗ്രിഗാൻസ്, നമ്മുടെ അവിടെ ഇവിടെയുള്ള എല്ലാ സ്കിൻ ഫോൾസിലൊക്കെ അമിതമായ ഡാർക്ക് ഷാഡോസ് ഒക്കെ വരുന്നത്, ഇതൊക്കെ എക്കാൻതോസിസ് നിഗ്രിഗാൻസ്. ദീസ് ആർ സൈൻസ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്യാൻ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചാലേ പറ്റത്തുള്ളൂ. സോ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൈസ്, വീറ്റ്, മില്ലറ്റ്സ്, ഈവൻ ഓട്സ്, നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ യൂഷ്വലി ഫൈബറുള്ള കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുക. ഫോർ എക്സാമ്പിൾ റൈസ്, ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഓട്സ്, അതിനകത്തൊക്കെ ഇച്ചിരി ഫൈബർ കാണും. ഇപ്പം ഇഫ് യു ടേക്ക് അപ്പ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഡയബറ്റിക് പേഷ്യൻ്റ് എടുത്ത് നിങ്ങൾ അരിയാഹാരം കുറയ്ക്കുക, അതിന് വലിയ അർത്ഥമില്ല. അതിനകത്തൊരു ട്രിക്കുണ്ട്. സി, ഇഫ് യു കൺസിഡർ എനി സീരിയൽ, ഫോർ എക്സാമ്പിൾ ദ കോമൺലി യൂസ് സീരിയൽസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഇന്ത്യ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ യൂഷ്വലി സൗത്ത് ഇന്ത്യയിൽ വി യൂസ് വീറ്റ് ഓർ റൈസ്. വി ഡോണ്ട് ഹാവ് മെനി ടൈപ്പ് ഓഫ് റൈസസ്, ഹോൾ വീറ്റ് ഓർ മൾട്ടിഗ്രെയിൻ വീറ്റ് ഓർ വാട്ട് എവർ, മൾട്ടിഗ്രെയിൻ വീറ്റ് എന്ത് പറഞ്ഞാലും. സോ ഇതിൽ നമ്മൾ ഒരു ട്രിക്കുണ്ട്. ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യ അടുത്ത് ഞാൻ പറയുവാണെങ്കിൽ ഐ വിൽ ടെൽ എ നോർത്ത് ഇന്ത്യൻ ടു ടേക്ക് റൈസ് ഇൻസ്റ്റെഡ് ഓഫ് ചപ്പാത്തി, ബിക്കോസ് he may be taking 5 chapatis, but when it comes to rice he will not take that amount of rice. പക്ഷെ ഒരു മലയാളിയുടെ അടുത്ത് പറയുമ്പം
I have to take that, you have to take the chapati. ചപ്പാത്തി പുള്ളി എടുക്കുവാണെങ്കിൽ he will take maybe 2 chapatis, 3 chapatis. അതിൽ കൂടുതൽ എടുക്കത്തില്ല. പക്ഷേ റൈസ് ആണെങ്കിൽ നമ്മൾ കോരും, നല്ല കറിയാണെങ്കിൽ പിന്നെയും കോരും. സോ ആ കൺവെൻഷണൽ ട്രഡീഷണൽ ഐഡിയ ഓഫ് having the second serving and the third serving is very much rampant in the community. So അങ്ങനെ ആകുമ്പോൾ റൈസിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ റൈസ് becomes dangerous because you have a tendency to eat more rice. When it comes to rice, that will not be a favorite food and we will restrict and stop our eating early. So ഇതാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റ് 50-55%. കേട്ടോ. ഒരു പ്രോട്ടീൻ നമുക്ക് 30-40% വരെ വരുത്തണം. ഫാറ്റ് ഒരു 7-15% ആയാലും കുഴപ്പമില്ല. ഫാറ്റ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. സംടൈംസ് ഐ ഫീൽ നമ്മളിങ്ങനെ ഒരു ജങ്ക് ഫുഡിനെ പറ്റിയൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഇമാജിൻ 4-5 pieces of chicken along with a small piece of bun. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ജങ്ക് അല്ലത്. ബിക്കോസ് ചിക്കൻ ഈസ് ഹൈ പ്രോട്ടീൻ. The oil, of course, to make the chicken very tasty, different corners will use a different ways to make it tasty. So the oil will be little saturated. But if the same thing we prepare at home in a way, taking up a recipe, that will be more healthier. Because there you have a very small piece of bun, which is a very small amount of carbohydrate. And the chicken which you are taking, though it is admixed with the oil, chicken is otherwise very healthy and takes a very high protein inside you. But it becomes unhealthy when you take lot of mayonnaise along with it, Pepsi Cola along with it, or lot of French fries along with it. These are the things which overall it makes it unhealthy. But otherwise thinking of it, ഇപ്പം ചില പേരൻസൊക്കെ ഇങ്ങനെ വന്നു, ഡോക്ടർ ഇവന് ചിക്കൻ മാത്രം മതി, പച്ചക്കറികളൊന്നും കഴിക്കുന്നില്ല. സോ ഫോർ സച്ച് ചിൽഡ്രൻ വാട്ട് ഐ അഡ്വൈസ്, you can give them dry fruits. For example, they may take raisins, they may take prunes, but they will not be happy taking along with chicken fry. Nobody will take cheera thoran or a simple beans thoran. So these are some alternatives how to trick the children, and they will be very fed up with the common fruits which we use. For example, banana, which is the common fruit. So always they can use a seasonal fruit and somehow, process them and give it in their hands. So they will definitely take the fruit. So amount of fiber is very, very important. In decades to come, we will see lot of colon cancers and lot of GI disorders. It is only because of fiber deficiency. So 30 grams of red fiber a day is not a very easy task. So that we have to inculcate the culture of taking lot of seeds, nuts. ഇതൊക്കെ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലി ഓൾട്ടർനേറ്റീവ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ സം ഓഫ് ദ നട്ട്സ് ആർ നോട്ട് കോസ്റ്റ്ലി. പീനട്ട്, ദറ്റ് ഇസ് ഗ്രൗണ്ട്നട്ട് ഈസ് നോട്ട് വെരി കോസ്റ്റ്ലി. സോ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എക്സസൈസ് കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ പറ്റും. ഓക്കെ, എക്സസൈസിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരും ചോദിക്കും, ഡോക്ടർ ഏത് ടൈപ്പ് ഓഫ് ട്രെഡ്മില്ലാണ് നമ്മൾ മേടിക്കേണ്ടി, വിച്ച് ആർ ദ എക്സസൈസസ് വിച്ച് ഈസ് ഫീസിബിൾ. അപ്പോൾ എക്സസൈസിൻ്റെ കാര്യത്തിൽ വിച്ച് എവർ ഈസ് ഫീസിബിൾ ഇൻ യുവർ സെറ്റിംഗ്. ഇപ്പോൾ ഐ കനോട്ട് ടെൽ എ പേഴ്സൺ ഹു ഈസ് ലിവിങ് ഇൻ എൻ അർബൻ സിറ്റി where you have bad roads to jogging. So where it may be possible in a flat or a community where a jogging track is there, which is not other but running risk illa, falling risk illa, vehicles illa, traffic illa, angulla karyathil jogging will be good. So I cannot tell swimming is a good alternative for a person who is a middle class who has to go long way to go for a swimming pool. So നമ്മൾ aerobic exercise, റെസിസ്റ്റൻസ് ട്രെയിനിങ്, ഈ രണ്ട് കാര്യങ്ങളാണ് എക്സസൈസിലുള്ളത്. അപ്പം എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റണ്ണിങ്, ജോഗിങ്, ബ്രിസ്ക് വാക്കിംഗ്, ട്രെഡ്മില്ലിങ്, സ്പിന്നിങ്, സൈക്ലിംഗ്, ഇതെല്ലാം നല്ല എക്സസൈസാണ്. മാരത്തോണിങ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച്. ബട്ട് യു ടു ഓൾവേസ് റിമെമ്പർ, പിന്നെ ഹൗ മെനി അവേഴ്സ് ഓഫ് എക്സസൈസ് കേട്ടോ. ഒരു 12 hours എക്സസൈസ് ഇൻ എ മന്ത്. ഇഫ് യു എയിം 12, you will get 10 hours. ഈ 10 hours 1 hour മൊത്തം നമ്മൾ എക്സസൈസ് ചെയ്യണമെന്നില്ല. There will be a warming up phase and there will be a cooling down phase. അപ്പം അതനുസരിച്ച് പിന്നെ നമുക്ക് ഒരു 40-45 minutes നല്ല എക്സസൈസ് ആയിരിക്കണം. സോ whenever you start exercise, you start slowly, then you can build up. So for 1 decade together, you cannot keep the same exercise as a magic mantra for a healthy life. So you have to change the kind of exercise. You will definitely know whether your body is responding to that kind of exercise. So depending upon the response, your body weight, you have to keep on changing, swapping the type of exercise you do, and always you have to escalate the strenuousness as well as the timing where you do exercise. So പിന്നെ നമ്മൾ എല്ലാവരും വിചാരിക്കും കാർഡിയോറോബിക് എക്സസൈസ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, the example which I gave. But always remember, as I told in the beginning, muscle strength is very, very important. Muscle strength എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലുള്ള മസിൽസും ബൈസെപ്സിലുള്ള മസിൽസും നെവർ തിങ്ക് ഇറ്റ് ഈസ് ഫോർ ബോഡി ഷോ ഓർ ഫോർ ഫാഷൻ ഷോ. ഇത് അങ്ങനെയല്ല. യു റിക്വയർ മസിൽസ്
ഇൻ ഓൾ എമർജൻസീസ്. കേട്ടോ, പ്രാക്ടിക്കൽ സെൻസിൽ പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ പുറകിൽ നിന്ന് ഓടണം, അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ പുറകിൽ ഓടണം, അല്ലെങ്കിൽ ഒരു ഭാരമുള്ള സാധനം നമ്മുടെ മേത്ത് വന്ന് വീണ് അതിനെ ഒന്ന് തടയണം, ഓർ ഇൻ കേസ് ഓഫ് എനി എമർജൻസി, എനി ടെററിസ്റ്റ് അറ്റാക്ക്, എനി which requires running, acting very hard and fast, you require lot of muscle strength. I mean, this community will not always be decent enough, where you have to only defend and not offend. കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മസിൽസിനെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷ്യസ് ആയിട്ടും നമ്മുടെ ജ്വല്ലറിയുടെ കൂട്ട് തന്നെ നമ്മൾ അതിനെ സൂക്ഷിക്കണം. സോ ആ ഒരു കാര്യത്തിൽ മസിൽ സ്ട്രെങ്ത് ആൻഡ് മസിൽ ബിൽഡിംഗ് ലൈക്ക് ഡംബ്ലിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, പെക്ടറൽ ട്രെയിനിങ്, പിന്നെ എജിലിറ്റി ആൻഡ് ഫങ്ഷണൽ സ്റ്റാറ്റസ്. നമ്മൾ ഈ യോഗയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് യോഗയൊക്കെ നല്ലോണം നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾക്ക് എല്ലാ ഫുൾ മസിൽ സ്ട്രെച്ച് കിട്ടും. നമ്മൾ ഈ പെട്ടെന്ന് നമ്മുടെ ബോഡി ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്മൾ ഭയങ്കര ട്രെയിൻഡ് ആയിരിക്കും ഈ ട്രെഡ്മില്ലിങ്ങും ഇങ്ങനെയുള്ള കാര്യത്തിലും. പക്ഷേ ഒരു എക്സ്ട്രാ സ്ട്രെച്ച് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മസിലിൽ ക്യാച്ച് വീഴും. സോ യോഗ ട്രെയിൻസ് യു ഫോർ ഓൾ ദോസ് തിങ്സ്. സോ യു കീപ്പ് keep a gap for all kind of exercise. Never, നമ്മുടെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് എക്സസൈസ് നമ്മൾ ചെയ്യാതെ യു ടു ട്രൈ മന്ത്ലി നമ്മുടെ ടൈമിംഗ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സസൈസിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. സോ ഐ ഹാവ് കവേർഡ്. പിന്നെ പ്രോട്ടീൻ, പിന്നെ വേറെ ആൾക്കാർ ചോദിക്കുന്നത് വെജിറ്റേറിയൻസ് ചെയ്ത പ്രോട്ടീനാണ് കഴിക്കുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസ് ആർ ദെയർ ഇൻ നോൺ വെജ് ഫുഡ്. ദ കോമൺ വിച്ച് ഐ ടോൾഡ് യു, കോഴി, മീൻ, മുട്ട, പാല്. But പാല് vegetarians can take. What else? പാലിൻ്റെ പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ പനീർ they can take. പനീർ അതൊക്കെ നമുക്ക്, പിന്നെ സോയ ബോൾസ്. ദീസ് ആർ സം ഓൾട്ടർനേറ്റീവ്സ് ഫോർ വെജിറ്റേറിയൻസ്. കേട്ടോ, സോ ദിസ് ഈസ് ഇൻ നട്ട്ഷെൽ അബൌട്ട് എക്സസൈസ്, ഡയറ്റ്. പിന്നെ ഞാൻ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞ ഹൗ ടു ടാക്കിൾ സ്ട്രെസ്. ഇപ്പം നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ ആ രോഗികളെ നമ്മളെങ്ങനെ അതിൽ നിന്ന് എങ്ങനെ ഈസിയായിട്ട് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ സംസാരിച്ചു. അതുപോലെ തന്നെയാണ് ബി പി നമുക്ക് എങ്ങനെ അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും? ശരി. ബി പിയുടെ കാര്യം എല്ലാവരും പറയും, ഈ ബി പി വരുന്നത് നമുക്ക് കൂടുതൽ ഉപ്പ് കഴിച്ചിട്ടാ, കൊച്ചിലെ തൊട്ട് ഉപ്പ് കൂടുതൽ കഴിച്ചിട്ടാ. വൺസ് യു ഗെറ്റ് ബി പി, ഉപ്പ് ഈസ് വെരി ഗുഡ്. പീപ്പിൾ ഹാവ് എ വെരി റോങ് നോഷൻ ദാറ്റ് ഈസ് salt is very very dangerous, and sooner or later it will bring you BP. So you better restrict salt in the childhood itself so that you don't get, നമുക്കങ്ങ് ഹാബിറ്റ് ആയി പോരുത് ഉപ്പ് കൂടുതൽ വെച്ച്. ബിലീവ് മീ, ഉപ്പ് ഈസ് എ മാജിക് ബുള്ളറ്റ് ഇൻ യുവർ ബോഡി വിച്ച് കീപ്സ് യു ബ്രെയിൻ ആക്റ്റീവ്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വേണ്ടിയത് കറക്റ്റ് എമൗണ്ട് ഓഫ് ഓക്സിജനും കറക്റ്റ് എമൗണ്ട് ഓഫ് ഷുഗറും കറക്റ്റ് എമൗണ്ട് ഓഫ് സോൾട്ടുമാണ്. പറയാൻ മനസ്സിലായി? സോ വൺസ് യു ഗെറ്റ് ബി പി, നമ്മളെ ബി പിയുടെ സോൾട്ടൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അച്ചാരം, പപ്പടം, ഉപ്പേരി, മിക്സ്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യണം. ബട്ട് ഇൻ മോഡറേഷൻ. സോൾട്ട് നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപ്പ് നിയന്ത്രിക്കുമ്പോൾ നമ്മളൊരു ട്രിക്കുണ്ട് അതിനകത്ത്. പുളിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. ബിസ് ഇൻവേരിയബിളി ടു ന്യൂട്രലൈസ് സോർ ടേസ്റ്റ്, പുളി, യു വിൽ ആഡ് മോർ സോൾട്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഭയങ്കര കടുമാങ്ങ അല്ലെങ്കിൽ പിക്കിൾ ഓർ ലെമൻ്റെ ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യാനും മാങ്ങയുടെ സോർ ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ യു ടു കീപ്പ് ഓൺ ആഡിങ് ലോട്ട് ഓഫ് സോൾട്ട്. ദാറ്റ്സ് വൈ പിക്കിൾ ആൻഡ് ഓൾ ബിക്കം വെരി സോൾട്ടി. ബട്ട് പപ്പടം വിൽ ബി നോട്ട് സോൾട്ടി ബിക്കോസ് പപ്പടത്തിനകത്തുള്ള സോൾട്ട് എക്സാക്ട്ലി ആ ആഡ് ചെയ്യുന്ന സോൾട്ട് മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ദ ഡിഫറൻസസ് വെയർ സോൾട്ട് ഹസ് ടു ബി റിസ്ട്രിക്റ്റഡ്. പിന്നെ സ്ട്രെസ്സ്, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ബി പിക്ക് ഏറ്റവും ആദ്യം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഫാമിലി സപ്പോർട്ടീവ് ആകുക. നമ്മൾ ഫാമിലിയിൽ തന്നെ കുറച്ച് പണ്ടത്തെ ഒരു രീതിയിൽ നമ്മുടെ ഫാമിലി എങ്ങനെയാണ്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ച് നേരം ഒരുമിച്ച് കിടക്കുമ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് നേരം സംസാരിക്കും. സോ ദീസ് ആർ ദ മെത്തേഡ്സ്. സ്പെൻഡിങ് സം ടൈം ഓൺ യുവർ ഹോബീസ്, ചാറ്റിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നമുക്ക് ഇച്ചിരി ടൈം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ബിസി ആയിരിക്കും, വൈ ടു ഡിസ്റ്റർബ് ഹിം. ബട്ട് ബിലീവ് മീ, യു ജസ്റ്റ് കോൾ എ ഫ്രണ്ട് ഹൂം യു ഹാവൻ ടോക്കൺ ഫോർ 1.5 decades. You will definitely be happy. ഓക്കെ, only thing is you have to select the timing. So സ്ട്രെസ് കുറച്ചാൽ ബി പി ഒരു പതി കുറയും. വെയ്റ്റ് മാനേജ്മെൻറ്റും ഷുഗർ മാനേജ്മെൻറ്റ്, ബിക്കോസ് ഷുഗർ, ബി പി, കൊളസ്ട്രോൾ ഇതൊക്കെ ഒരുമിച്ച് പോകുന്ന സാധനങ്ങളാണ്. ദേ ഓൾ ഗോ ടുഗദർ. ഇഫ് യു കൺട്രോൾ വൺ, ദ അതർ വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് കൺട്രോൾഡ്. പറയാൻ മനസ്സിലായോ? അപ്പോൾ ഈ സ്ട്രെസ്, ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു കാര്യമുണ്ട്. ആൾക്കാർ ബി പിയെ പറ്റി ഒരു സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ എവറിബഡി ഹസ് ഗോട്ട് ബി പി മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദെയർ ഹോം. അതിനകത്ത് ടു ഫ്രീക്വൻ്റ്ലി നോക്കരുത്. പറയാൻ മനസ്സിലായി? ടു ഫ്രീക്വൻ്റ്ലി നോക്കിയാൽ ദ മെഷീൻ ക്രിയേറ്റ്സ് ബി പി പേഷ്യൻസ്. ബിക്കോസ് ആങ്ഷ്യസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഇത് കൂടുതലായിരിക്കും. പറയാൻ മനസ്സിലായോ? ഒരു 140-90 കൂടുതൽ വരുന്നത് നമ്മൾ ഹൈപ്പർ ടെൻഷനായിട്ടാണ് കൂട്ടുന്നത്. പക്ഷേ ഒരു പനിയായിട്ടൊരു പേഷ്യൻ്റ് ഒരാൾ വന്ന്, അല്ലെങ്കിൽ ഒരു ബിറീമെൻറ്റ്, ഒരു ഫാമിലിയിൽ ഒരു ഡെത്തൊക്കെ വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ്റെ ബി പി 140-90 ആകുന്നതിൻ്റെ അർത്ഥം
അതൊരു റിയാക്റ്റീവായിട്ട് അങ്ങനെ ബി പി വന്നതേ ഉള്ളൂ. ദാറ്റ് ഡസൻറ്റ് മീൻ ഹി ഷുഡ് ബി ഓൺ എ ബി പി ടാബ്ലറ്റ് ലൈഫ് ലോങ്. പറഞ്ഞ മനസ്സിലായി. അതുപോലെ നമുക്ക് ചില സമയത്ത് ചിലൊരു സിറ്റുവേഷനിൽ നമുക്ക് ബി പി ഹൈ ആയിരിക്കും. ഒരു 3 റീഡിങ്സിലും ബേസ് ലൈൻ റീഡിങ്സിലും ബി പി ഹൈ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബി പിയുടെ ഒരു മെഡിസിൻ തുടങ്ങേണ്ടത്. പിന്നെ സപ്പോസ് ഇൻ കേസ് യു ഫൈൻഡ് ദറ്റ് ത്രൂ എക്സസൈസ്, ത്രൂ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ത്രൂ കൺട്രോൾ ഓഫ് അതർ പാരാമീറ്റേഴ്സ് ലൈക്ക് ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ, ഇഫ് ദ പേഴ്സൺ ഈസ് കൺട്രോൾ ടു എ ലോട്ട് ഓഫ് വെയിറ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്ത് അയാൾ നല്ല കൺട്രോൾ കിട്ടിയെന്ന് അറിയുവാണെങ്കിൽ ദ ബി പി മെഡിസിൻസ് ക്യാൻ ബി ടേപ്പർഡ് ആൻഡ് സ്റ്റോപ്ഡ്. ബട്ട് യു ഹവ് ടു ഓൾവേസ് കീപ് ദ പേഷ്യൻ്റ് അണ്ടർ സർവൈലൻസ്. ഒരു പ്രാവശ്യം ബി പി വന്ന ആൾക്ക് ദേ മേ അഗെയിൻ ആൻഡ് ഗെറ്റ്. സോ വി ഹാവ് ടു ഫൈൻഡ് സെർച്ച് ഫോർ ഹാപ്പിനെസ്. ഈ ഡയറ്റിൽ നിന്ന് നമ്മൾ എത്രയും നേരം പറഞ്ഞല്ലോ, എക്സസൈസ് പീപ്പിളിന് ആൾക്കാർക്ക് ഇച്ചിരി സ്ട്രെസ്സാണ് ഇൻ ദിസ് ബിസി എൻവയറമെൻറ്റ്. ആൻഡ് ഫുഡ് ഈസ് എ നെസസിറ്റി. ബിക്കോസ് നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഇത്രയും സമ്പാദിക്കുന്നത്. ബിക്കോസ് ആൾക്കാരുടെ വിചാരം ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എനർജി കൂടും, എല്ലാം കൂടും. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ ഓൾസോ വറീഡ് ദാറ്റ് ഫുഡ് മേ കിൽ them after few decades. So you have to go in a balanced way. ഫുഡ് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് സ്ട്രെസ് മാനേജ്മെൻറ്റ് നല്ലതാണ്. ബിക്കോസ് ദാറ്റ് റിലീവ്സ് ലോട്ട് ഓഫ് സ്ട്രെസ്. സോ യു ഹാവ് ടു ഗോ ഇൻ എ ബാലൻസ് വേ. ഇപ്പോൾ ഒരു ഡയറ്റീഷ്യൻ അടുത്ത് പോകുമ്പോൾ ഡയറ്റീഷ്യൻ ഒരുപാട് സ്ട്രെസ്ഫുൾ ഡയറ്റ് പറഞ്ഞാൽ nobody will follow. So you have to give them an option. ഇപ്പോൾ ഒരു ഡയറ്റീഷ്യൻ തന്നെ ഒരു ഡയറ്റ് തുടങ്ങുമ്പം അവർ സബ്ജക്റ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് തന്നെ which are the recipes you like. So you have to always give a space for the recipe for him to take. Otherwise that will add stress. For example, parota beef. This is the common thing which most of the people like. Okay, so parota beef once in a while it's okay, because നമ്മളങ്ങനെ ഒരു വീക്കിലി ഒന്ന് 2 പൊറോട്ടയോ കുറച്ച് ബീഫ് കഴിച്ചെന്ന് പറഞ്ഞ് നെവർ തിങ്ക് ദാറ്റ് യു നോ കഴിച്ചല്ലോ എന്ന് പറയുന്നത് നമ്മൾ ആ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് ഒന്നുകൂടെ സ്ട്രെസ്സാണ്. സോ യു ഹാവ് ടു ടേക്ക് എവറിത്തിങ് ഇൻ എ ബാലൻസ്ഡ് വേ. ടു മച്ച് ഓഫ് ഡിസിപ്ലിൻ ഓൾസോ ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് സ്ട്രെസ്. അപ്പോൾ ഈ പറയുന്നത് ജസ്റ്റ് ടിപ്സ് ആണ്. ദാറ്റ് ഡസൻറ്റ് മീൻ യു ഹാവ് ടു ഗോ സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദാറ്റ്. സോ സ്ട്രെസ് കുറയുന്നത് ഇഫ് യു ഡ്രോ ടു മച്ച് ഓഫ് ഡിസിപ്ലിൻ ഇറ്റ് വിൽ ഇംബൈബ് ലോട്ട് ഓഫ് സ്ട്രെസ്. സോ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി യു ഷുഡ് ബാലൻസ് എവറിത്തിങ് ടുഗദർ. ദെൻ ഓൺലി യുവർ ലൈഫ് വിൽ ബിക്കം ഹെൽത്തി. അറ്റ് ദ സെയിം ടൈം ഹാപ്പി മൂവിങ് ലൈഫ് വരത്തുള്ളൂ. റംസാൻ്റെ ഭാഗമായിട്ടുള്ള നോമ്പുകാലമാണ് ഇപ്പം. അപ്പം ഷുഗർ പേഷ്യൻസും അല്ലെങ്കിൽ ബി പി പേഷ്യൻസും എങ്ങനെയാണ് അവരുടെ മെഡിസിൻ കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് നോമ്പ് നോക്കാൻ പറ്റുന്നത്? അവർക്ക് നോമ്പ് നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അത് നോമ്പ് കട്ട് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ 30 years എക്സ്പീരിയൻസിൽ ഒരു പേഷ്യൻ്റ് എടുത്ത് നോയമ്പ് കാലത്തിന് നോയമ്പ് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നോയമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് അടുക്കുന്നൊരിത്. ഐ മീൻ വി ആർ ടെസ്റ്റിംഗ് യുവർ സെൽഫ് ഹൗ മച്ച് യു ക്യാൻ സാക്രിഫൈസ് such a good thing like food and things like that. So I have never told in my life that this time you don't take, because അതൊക്കെ ഭയങ്കര വലിയ സ്ട്രെസ്സാണ്. ബിക്കോസ് ദേ ഫീൽ ദേ ഗോ അവേ ഫ്രം ഗോഡ്. സോ അതിനകത്ത് വളരെ ഈസിയാണ്. ബിക്കോസ് ഇഫ് യു നോ ദ കറക്റ്റ് മെഡിസിൻസ് വിച്ച് ആർ ടേക്കിംഗ്, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുവാ, അതിൻ്റെ ടൈമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ diabetic patients, they are not taking 3 times medicine. They are only taking 2 times medicine. Because നമ്മൾ ടൈലർ കട്ട് ചെയ്യുന്ന most of the people are working population. So നമ്മൾ ഉച്ചയ്ക്ക് അതിനകത്ത് പിൽസ് വെക്കുന്നില്ല, മോർണിംഗ് ആൻഡ് നൈറ്റ് മാത്രമേ പിൽസ് വെക്കുന്നുള്ളൂ. സോ ഇൻ സച്ച് സിറ്റുവേഷൻ യു ടെൽ ദം ടു കീപ് ദ പേഷ്യൻറ്റ് ഫാസ്റ്റിംഗ്. I mean they can go for that religious fasting, റംസാനിലൊക്കെ ഉള്ള ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. Don't keep heavy tablets in the morning. സോ നമ്മൾ അതൊരു സ്വാപ്പ് ചെയ്താൽ മതി. ഹെവി ടാബ്ലറ്റ്സ് മോർണിംഗിലുണ്ടെങ്കിൽ you make it in the night and the dusk time when you break the noyambu at that time. And suppose usually we keep light tablets in the night, that you have to bring to the morning. So swap over of the timing is important. And so suppose the person's blood sugar is already under control, then plus he is taking this fasting, angane varumba you can swap the medicine to a less stronger ones, so that he will not lose confidence getting his sugar down. Angane oru ഇടയ്ക്കുന്ന ഷുഗർ ഡൗൺ ആയ അവർ പിന്നെ പാനിക്കാവും, നോയമ്പ് മുറിക്കണോ വേണ്ടയോ, ഷാൽ ഐ കണ്ടിന്യൂ. സോ യു ഹാവ് ടു കീപ് ദം റിയഷ്യൂറിങ് ദാറ്റ് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. ആൻഡ് ദ അതർ തിങ് ഈസ് വെൻ യു ഡിക്രീസ് ദ ടാബ്ലറ്റ്, ഈ ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഡിക്രീസ് ചെയ്യുമ്പം, സോ ദേ ഷുഡൻ ടേക്ക് ടു മച്ച് ഓഫ് സ്വീറ്റ്സ് വെൻ ദേ ബ്രേക്ക് ദ നോയമ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദേ യൂഷ്വലി ടേക്ക് ഡേറ്റ്സ് or some sweets. Tell them to take other snack items like a samosa or a cutlet or ulli vada, something like that. അപ്പോൾ നമ്മൾ ഒത്തിരി കാലറീസ് അടുത്ത് കയറുന്നില്ല. ഫോർ എക്സാമ്പിൾ ഡേറ്റ്സ് ഒക്കെ ഭയങ്കര ഹൈ കാലറീസാണ്. ജസ്റ്റ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ബി പി മെഡിസിൻസിന് വലിയ കുഴപ്പങ്ങൾ വരുന്നില്ല. ഫാസ്റ്റിങ്ങിന് മെയിൻലി കുഴപ്പം വരുന്നത് ഈ ഷുഗർ താന്നു പോകും എന്നുള്ളതാണ്. സോ യു ടു സീ ദാറ്റ്
ആ ഒരു 30 ഡേയ്സിൽ അവരുടെ ഷുഗർ ഇറ്റ്സ് വെരി ഈസി ടു അഡ്ജസ്റ്റ് ബിക്കോസ് നമ്മൾ വിൽ ബി മോർ നോയിങ് അവർ പേഷ്യൻസ്. അങ്ങനെ നമ്മുടെ പേഷ്യൻറ്റിനെ അറിയാം അവരുടെ ഷുഗർ എങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി ടു adjust the medicines and you have to counsel the patients regarding some tips. Most of our patients know how to do it because they have been our patients for quite a long time. നമ്മുടെ മെറ്റബോളിക് സിസ്റ്റത്തിൽ യൂറിക് ആസിഡിന്റെ ഒരു റോൾ എങ്ങനെയാണ്? നമ്മുടെ സിസ്റ്റത്തിൽ യൂറിക് ആസിഡ് ഇത് തന്നെയാണ്. ഇപ്പം നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആസ് ഡേഞ്ചറസ് ആസ് കൊളസ്ട്രോൾ, ഷുഗർ, BP. എന്നാലും യൂറിക് ആസിഡ് ഒരു സൈഡ് ലൈൻ വില്ലൻ ആണ്. യുനോ ബൈ ബിക്കോസ് യൂറിക് ആസിഡ് നമ്മുടെ പ്യൂരിൻ മെറ്റബോളിസം എന്ന് പറയും കേട്ടോ. അത് ആസ് എ മെറ്റബോളിസം അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. സാധാരണ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ കൂടുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഡയറ്റിൽ നമ്മൾ യൂറിക് ആസിഡ് ഒരുപാട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒത്തിരി യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇതിനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ യൂറിക് ആസിഡ് കൂടിയാൽ എന്തൊക്കെ സംഭവിക്കും? ദ മെയിൻ തിങ് വൈ വി ഫിസിഷ്യൻസ് ആർ വറീഡ് അബൌട്ട് യൂറിക് ആസിഡ് ഈസ് ബിക്കോസ് അതൊരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ വൺ ഓഫ് ദ മാർക്കറാണ്. ബിക്കോസ് യൂറിക് ആസിഡ് കൂടുവാണെങ്കിൽ അതിൻ്റെ ചുറ്റും കൊളസ്ട്രോളും കാണും, കുറച്ച് BP അൺകൺട്രോൾഡ് ആയിരിക്കും, കുറച്ച് ഇൻസുലിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാതെ പേഷ്യൻ്റ് അവയർനെസ്സിന് വേണ്ടി നമ്മൾ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്നതിന് യൂറിക് ആസിഡ് ക്യാൻ പ്രൊഡ്യൂസ് യൂറിനറി സ്റ്റോൺസ്, യൂറിക് ആസിഡ് ക്യാൻ പ്രൊഡ്യൂസ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് പെയിൻസ്. അത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാദത്തിൻ്റെ കൂട്ടുള്ള ഒരു സ്മോൾ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാക്കും. ദിസ് ഈസ് വെരി ക്രിപ്ലിംഗ്. പറഞ്ഞാൽ മനസ്സിലായോ? അത് ടെമ്പററി ആയിരിക്കും, ബട്ട് ദാറ്റ് വിൽ മേക്ക് ലൂസ് യുവർ വർക്കിംഗ് ഡേയ്സ്. നല്ലോണം ലിംപ് ചെയ്ത് ഞൊണ്ടി നടക്കേണ്ടി വരുന്ന രീതിയിലുള്ള പെയിൻ അതിനകത്ത് വരുന്നത്. സോ അതും പിന്നെ സ്റ്റോണിൻ്റെ പെയിനും, പിന്നെ വിതൗട്ട് പ്രൊഡ്യൂസിങ് സ്റ്റോൺ തന്നെ യൂറിക് ആസിഡ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കാം. സോ അങ്ങനെയുള്ള കാര്യം ആവുന്നതുകൊണ്ടാണ് നമ്മുടെ യൂറിക് ആസിഡ് മെയിൻലി നമ്മുടെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂറിക് ആസിഡ് നേരത്തെ കൺട്രോൾ ചെയ്യുന്നത് നല്ലത്. പിന്നെ ഓവറോൾ യൂറിക് ആസിഡ് കൂടുതൽ ഉള്ള ആൾക്ക് ഈ അതർ മെറ്റബോളിക് ഡീറേഞ്ച്മെൻറ്റ്സും കൂടുതൽ കാണും. അപ്പോൾ യൂറിക് ആസിഡ് ഡയറ്റ് ഇതൊക്കെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ ഡയറ്റ് ഞാൻ പറഞ്ഞത്. യൂറിക് ആസിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെഡ് മീറ്റ് എല്ലാം അവോയ്ഡ് ചെയ്യണം, പിന്നെ സീ ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം, കക്കയിറച്ചി, ഞണ്ട്, ചെമ്മീൻ, കൂന്തൽ അവോയ്ഡ് ചെയ്യണം. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ആട്, കാള, പോത്ത്, പന്നി, പശു, ദീസ് ആർ ദ തിങ്സ് അവോയ്ഡഡ്. പിന്നെ certain ഫ്ലഷസ് വിച്ച് ആർ നോട്ട് റെഡ്, ലൈക്ക് സ്മോൾ ഫിഷസ് ലൈക്ക് നെത്തോലി, കൊഴുവ, മീൻ പിരിഞ്ഞല്, ദോസ് തിങ്സ്, ഫിഷ് എഗ്സ്, ദോസ് തിങ്സ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് യൂറിക് ആസിഡ്. പിന്നെ 4 പച്ചക്കറി കേട്ടോ യൂറിക് ആസിഡിനെ അവോയ്ഡ് ചെയ്യണം. ദറ്റ് ഈസ് കോളിഫ്ലവർ, ക്യാബേജ് ആൻഡ് ചീരത്തോരൻ, ഓൾ ലെറ്റൂസ് കൈൻഡ് ഓഫ് ലീവ്സ്, no, or leafy modification should be avoided in uric acid. But believe me, most of the non-veg foods are more responsible for high uric acid than vegetarian food. Okay. So even vegetarians get uric acid, but that need not be necessarily because അവർ കൂടുതൽ ചീരത്തോരൻ കഴിക്കുന്ന കാരണം അങ്ങനെയല്ല, ബിക്കോസ് ബോഡി മാനുഫാക്ചേഴ്സ് യൂറിക് ആസിഡ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള ഗുളികൾ കഴിക്കുക. പിന്നെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരിക, ഈ ഗൗട്ട് എന്ന് പറയും, ജോയിൻറ്റ് പെയിൻസ് നമ്മുടെ ജോയിൻസിനെയൊക്കെ ബാധിക്കുന്നു. സോ ഗൗട്ട് കുറയ്ക്കാൻ വേണ്ടി അതിന് കുറച്ച് സ്പെസിഫിക് മെഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ യൂറിക് ആസിഡ് നമ്മൾ റെഗുലർലി മോണിറ്റർ ചെയ്യാം. പിന്നെ ഞാൻ ഒരു കാര്യം ഡയബറ്റീസിന് വിട്ടുപോയി, വിച്ച് ആർ ദ ഫ്രൂട്ട്സ് വിച്ച് ക്യാൻ ബി ടേക്കൺ. അതുകൂടെ ഞാനിന്ന് ജസ്റ്റ് ബിക്കോസ് ഓഫ് മിസ്ഡ് ഓൺ ഇറ്റ് അത് ഞാനൊന്ന് പറയാം. So fruits which are allowed for diabetes are ചിങ്ങമ്പഴം, നാരങ്ങ, മോസമ്പി, മാതളം, ഓറഞ്ച്, ആപ്പിൾ, പപ്പങ്ങ, പേരയ്ക്ക. ദീസ് ആർ ദ ലോ കാലറി ഫ്രൂട്ട്സ്. ഇപ്പം നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ആണ്, നമുക്ക് ഷുഗർ ഇല്ലെങ്കിലും നമ്മുടെ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ദീസ് ആർ ദ ഫ്രൂട്ട്സ് വിച്ച് ആർ ഈസിലി യു ക്യാൻ ടേക്ക്. ഒത്തിരി അങ്ങ് ലിമിറ്റ് ചെയ്യണ്ട. ഹൈ കാലറി ഫ്രൂട്ട്സ് ഉണ്ട്, അതാണ് ഈന്തപ്പഴം, ചെറുപഴം, ഏത്തയ്ക്ക, സപ്പോട്ട, കുമട്ടിങ്ങ, ചക്ക, ഇതൊക്കെ ഹൈ കാലറി ഫ്രൂട്ട്സാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ടേക്ക് ഇൻ മോഡറേഷൻ. ഫോർ എക്സാമ്പിൾ ഡോണ്ട് ടേക്ക് 5 dates. പറ മനസ്സിലായി, ഒരു ഡേറ്റ് ഒക്കെ എടുക്കാം. ഷുഗർ പേഷ്യൻ്റ് ഒട്ടും പറ്റത്തില്ല. ഏറ്റവും ഒരുമാതിരി കൂടുതൽ കാലറീസ് ഉള്ള ഫ്രൂട്ട്സ് ആണ് ഡേറ്റ്സ്, ഈന്തപ്പഴം, ഏത്തപ്പഴം, ഇതൊക്കെ ചക്ക, ഇതൊക്കെയാണ് കൂടുതൽ. ഡേറ്റ്സ്, ഈന്തപ്പഴം സെയിം. സോ ഇതൊക്കെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മധുരത്തിൻ്റെ കാര്യം സെലക്ട് ചെയ്യുമ്പം ഇപ്പം എല്ലാവർക്കും എല്ലാ മധുരം ഇഷ്ടമല്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാൾക്ക് പഴംപൊരി ഇഷ്ടമായിരിക്കും, മറ്റേയാൾക്ക് ജലേബി ഇഷ്ടമായിരിക്കും. സോ ഫോർ എ ഡയബറ്റിക് പേഷ്യൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള മധുരം മാത്രമേ നമ്മൾ ഇൻ ബിറ്റ്വീൻ കഴിക്കാവുള്ളൂ. സപ്പോസ് യു ആർ ഇൻ ദ ഓഫീസ് ആൻഡ് സംബഡി ഈസ് ഡൂയിങ് ചിലവ് ചെയ്യുമ്പം നമുക്ക് പഴംപൊരിയെ നമ്മുടെ കൈ കിട്ടുന്നെങ്കിൽ അവോയ്ഡ് ഇറ്റ്. ബട്ട് ഓൺ അദർ ഒക്കേഷൻ യു ക്യാൻ ബൈ whatever you like. So whatever you don't like, please don't take because you're getting by an opportunity. സോ അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ സമ്മർ സീസണാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ വന്നു സൺബേണുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസൊക്കെ വാർത്തകളിലൂടെ വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റുന്ന കുറച്ചൊരു പ്രിക്കോഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സൺബേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സൺബേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് കൂടുതൽ കാണുന്നത്, പെട്ടെന്ന് നമ്മുടെ ഹീറ്റ് സ്ട്രോക്ക് വരിക, ഹീറ്റ് എക്സോഷൻ സിൻഡ്രോം വരിക. സോ അങ്ങനെയുള്ള കാര്യത്തിൽ വാട്ടർ വാട്ടർ വാട്ടർ. അപ്പം നമ്മൾ കൂടുതൽ ഈ കാർബണേറ്റ് ഡ്രിങ്ക്സിന് കൂടുതൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിന് നല്ലത് പ്ലെയിൻ വാട്ടർ എടുക്കുന്നതാണ് നല്ലത്. ആൻഡ് ലിറ്റിൽ ബിറ്റ് ഒരു സ്മോൾ അഡീഷൻ ഓഫ് സോൾട്ട്. ഈ സോൾട്ടൊക്കെ നമുക്ക് പോക്കറ്റിൽ വെക്കാന്നേ ഉള്ളൂ, പറഞ്ഞ് മനസ്സിലാവും. സോ സ്വെറ്റിൽ നമ്മൾ കൂടുതൽ വാട്ടർ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, സോൾട്ടും കൂടെ യൂസ് ചെയ്യും. സോ ഇഫ് യു ക്യാൻ ഹാവ് പ്ലെൻറ്റി ഓഫ് വാട്ടർ അലോങ് വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട്, അതായിരിക്കും അത്. പിന്നെ ഒരിക്കലും നമ്മൾ വി ഷുഡ് ഹാവ് ടു മച്ച് ഓഫ് കോൺഫിഡൻസ് ഓൺ എൻഡ്യൂറൻസ്. നമ്മൾ വെയിലത്ത് നിൽക്കുമ്പോൾ അങ്ങനെ, എസ്പെഷ്യലി ഫോർ ലേബറേഴ്സ്, ദേ വിൽ ബി ഓൾവേസ് ഹാവിങ് ദ ഹാബിറ്റ് ഓഫ് I mean, doing it for decades they are doing. They will have overconfidence that, sometimes nothing will happen to them. But you have to, the contractor or the team leader has to tell them that, see that they keep themselves hydrated. അപ്പോൾ ഇങ്ങനെ വാട്ടർ അവരുടെ കൈ കാണണമെന്നുള്ളതും അവരുടെ ഒരു വാട്ടർ ബോട്ടിൽ കാണണമെന്നുള്ളതും നമ്മൾ എൻഷുർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമാതിരി അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. അതിനകത്ത് വലിയൊരു ഇതില്ല, ബട്ട് വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. യു ക്യാൻ യൂസ് സം ക്യാപ്സ് ഓർ ഹാറ്റ്സ് വെയർ that impact on your and proper clothing so that the impact of the direct sunlight is less on your body. Okay. Lot of information ആണ് ഡോക്ടർ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. Thank you, Sneha. Okay.